ജസ്ന സലീമിൻ്റെ പുതിയ വീഡിയോ കണ്ടു. വാവ്, സൂപ്പർ, കൊള്ളാടി, നല്ല രസമുണ്ട്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നീ ഇവിടെ എങ്ങും നിൽക്കേണ്ട ആൾ, നീ ബോളിവുഡിലും കണ്ട് പോയി നിൽക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇന്നലെ എനിക്ക് മൊഴി കൊടുക്കുന്ന ഡേറ്റ് ആയിരുന്നു. ഞാൻ കോടതിയിൽ പോയിരുന്നു, അതിൻ്റെ ഒരു അപ്ഡേഷൻ തരാൻ വന്നതാണ്. ഞാൻ കേസ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായി എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഓരോരുത്തരുടെ 1 by 1 ആയിട്ട്. ഇനി എനിക്കെതിരെ ഇതേപോലെ വൃത്തികേടുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയായിട്ട് ഞാൻ നിയമപരമായി തന്നെ നേരിടും എന്നുള്ളതിൽ തർക്കമേ ഇല്ല. തെളിവില്ലാതെ ഞാൻ ആർക്കെതിരെയും ഒരു അലിഗേഷനും പറഞ്ഞിട്ടില്ല. ഇന്നവരെ തെളിവില്ലാതെ ഒരു കാര്യവും സംസാരിക്കാൻ ഞാൻ പോയിട്ടില്ല. തിരിച്ച് എന്നെ അടക്കാൻ വേണ്ടിയിട്ട് മോശപ്പെട്ട രീതിയിൽ എൻ്റെ പുറത്തേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് കുത്തിക്കേറി വെക്കുന്നതിനെതിരെ കർശനമായ നിയമ നടപടി എടുക്കുമെന്നുള്ളതിൽ തർക്കമേ ഇല്ല. അപ്പം ഞാൻ ഇന്നലെ കോടതിയിൽ പോയിട്ട് നേരിട്ട് ജഡ്ജിക്കാണ് മൊഴി കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരാണ് എൻ്റെ മൊഴി എടുത്തപ്പോൾ എൻ്റെ കേസിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ ഇതുവരെയും എൻ്റെ സുഖമില്ലാത്തതിൻ്റെ കാർഡ് ഇറക്കി കളിച്ചിട്ടില്ല, അതെനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അത് നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലരും കാൽ സുഖമില്ലാത്ത വയ്യാത്ത കുറേ പേരൊക്കെ എന്നെ സമീപിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഓരോരുത്തരുടെ മനസ്സിന് ബാധിച്ച വൈകല്യം കൊണ്ടാണ് നമ്മളുടെ വൈകല്യത്തിന് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, ജസ്ന സലീം പറഞ്ഞ കാര്യത്തിൽ ജസ്ന സലീം കോടതിയിൽ വന്ന് തെളിയിക്കണം എൻ്റെ മകൻ്റെ പേർക്ക് അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എങ്കിൽ. അതുമാത്രവുമല്ല, എൻ്റെ കുഞ്ഞ് അവർക്ക് അയച്ച മെസ്സേജും കാണിക്കണം. എല്ലാ ആൾക്കാരെയും ഇപ്പോൾ 10-18ഓളം കേസ് അവർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ കൊടുത്ത കേസുകളൊക്കെ തന്നെ തള്ളിപ്പോയതിൻ്റെ കാരണം തെളിവില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ അവർ കേസ് കൊടുക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് തല കുമ്പിട്ട് ഇങ്ങനെ ഒരു വിഷയമില്ല, എന്നാലും എനിക്ക് വേറെ നിവൃത്തിയില്ല, സഹിക്കുകയല്ലാതെ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഒരുപാട് ആണുങ്ങൾ അവളുടെ ഈ കസർത്ത് സഹിക്കാൻ വയ്യാതെ പോയിട്ടുണ്ട്. പലരുമായിട്ട് ചേർന്ന് ചൂടുപിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ കണ്ട ഒരു റീലിൽ കണ്ട കോന്തനാണ് ഇയാൾ. സൂക്ഷിച്ചോടാ, നിനക്കെതിരെ അവൾ വരും. ഒന്നും അറിയാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പയ്യനെതിരെ പോലും അവൾക്ക് അങ്ങനെ ഒരു വർത്തമാനം പറയാൻ പറ്റുമെങ്കിൽ നീ അടുത്തിരുന്ന് മുട്ടി ഒരുമടി അവസരം ഉപയോഗിക്കാൻ വേണ്ടി നീ വന്ന് ചാടിയതാണ്. നിൻ്റെ സ്ഥിര പരിപാടിയാണ്. പലരും സുധിയും ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നിനക്ക് അവളെ ഒന്നും ചേരണം, നീ ആരാ മോയ്, എന്തായാലും പോട്ടെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നിനക്കും ഇതുപോലെ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊരു ഒരു എന്താ പറയണേ, മുന്നറിയിപ്പാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ കേസ് ഇന്നലെ എനിക്ക് മൊഴി കൊടുക്കേണ്ട ഡേറ്റ് ആയിരുന്നു, അതിനാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ വിവരം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ, ആ വിവരം ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ. ഇനി ഈ വിഷയവുമായി മുൻപോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മാത്രവുമല്ല, അവിടെ നിന്നുള്ള ഒരു അറ്റാക്ക് വന്നാൽ അത് ഞാൻ പ്രത്യേകം കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നെ ഉപദ്രവിച്ച് ഞാൻ തിരിച്ച് സംസാരിക്കും. കാരണം ഞാൻ തെളിവില്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. തെളിവ് വെച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവിടെ പോയി അവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അവർക്കും എൻ്റെ നാട്ടിലേക്ക് വെൽക്കമാണ്. എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചിട്ട് അവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ 4 കെട്ടിയെന്നും 40 പേരെന്നെ ചവിട്ടി ഓടിച്ചെന്നും പിന്നെ എന്താ എനിക്ക് പാസ്പോർട്ട് 4 ഉണ്ടെന്നും പിന്നെ എൻ്റെ മകനും ഞാനും തമ്മിൽ മറ്റെന്തൊക്കെയോ ആണെന്നും അങ്ങനെയൊക്കെ എന്ത് തോന്നിവാസങ്ങൾ നിങ്ങൾക്ക് പറയാം എൻ്റെ നാട്ടുകാരുടെ ചോദിച്ച ശേഷം. അവരും അങ്ങനെയാണ് പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അവരൊക്കെ കണ്ട എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ പറയുണ്ടാവുക. അപ്പോൾ വിഷയം ഇതിപ്പോൾ ഞാൻ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, പലരും കോമാളി കളിക്കാൻ നമ്മളെടുത്ത് ഒന്ന് പറയും. നമ്മളെ പറ്റി ഒരാൾ പറഞ്ഞാൽ അത് നമ്മളോട് ഡയറക്റ്റ് ചെയ്യും. ഇപ്പോൾ എന്നെ തന്നെ ഡയറക്റ്റ് വിളിക്കാം, എന്താണ് ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം, നിങ്ങൾ എന്തിന് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഞാൻ അത് അങ്ങോട്ട് ഇട്ടും. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. എനിക്കങ്ങനെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഞാൻ ചില വീഡിയോസ് ചെയ്യുമ്പോൾ പലരും വിളിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് ആ തെളിവ് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ വായിക്ക് പൂട്ടൽ വീണ് അവർ ഓടി രക്ഷപ്പെടുകയാണ് പതിവ്. അപ്പോൾ ഇന്ന് മൈൽഡായിട്ട് തന്നൂടെ എന്നൊരു ചോദ്യമാണ് സാധാരണ എനിക്ക് കിട്ടാറ്. അല്ലാതെ നിങ്ങൾ തെളിവില്ലാതെ സംസാരിക്കുന്നത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കെതിരെ എനിക്ക് എൻ്റെ കയ്യിൽ കൃത്യമായി തെളിവുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ ഗുരുവായൂരപ്പനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, മച്ചി 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 എന്നൊരു സ്ത്രീയെ അവഹേളിക്കുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛമായ ഒരു ഇതാണ്. ശരിയാണ്, പ്രിയ നിങ്ങൾക്കെതിരെയും പറയുന്നുണ്ട്, പ്രിയ നിങ്ങളെ തിരിച്ചു പറയുന്നുണ്ട്, തർക്കമില്ല, അപ്പുറത്തും പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദനയാണ് അമ്മയാകാൻ കഴിയാതിരിക്കുക എന്നുള്ളത്. അവളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് അവളെ കളിയാക്കുക, ഇത്തരത്തിലൊക്കെ ജസ്ന ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്ന എന്നൊരു സംഗതി വലിയൊരു വിഗ്രഹമായിരുന്നു പലരുടെയും മനസ്സിൽ. ഒരു മുസ്ലിം പെൺകുട്ടി ദൈവാരാധനയിലേക്ക്, കൃഷ്ണനിലേക്ക് അധിഷ്ഠയായി വരുന്നു എന്നുള്ളത് നിസ്സാരമല്ല, നമുക്ക് സന്തോഷം തരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെയാണ്. മുസ്ലിമായി വരുന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പെണ്ണിനോട് അവർക്കും ഒരു പ്രത്യേകതരം സഹതാപവും സ്നേഹവും ഒക്കെ തോന്നുക സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ ഇത് 2 ഭാഗത്തിൻ്റെയും ഒരു കളിയാണ്, അത് നമ്മൾ തർക്കിക്കുന്നില്ല. പക്ഷേ കേസുകളിൽ പെട്ട്, ഇപ്പോൾ കേസുകളെന്ന് പറയുമ്പോഴത്തേക്ക് കലാവാഹനത്തിന് പോലും കോടതി പരിഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണത്. ആ പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ക്രിമിനലാണെന്ന പരിഗണനയാണ്.
അങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് പല ചാനലുകളും നമുക്കെതിരെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്താൽ അവർക്കത് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് സത്യാവസ്ഥ ഉള്ള കാര്യങ്ങൾ കൊടുത്താൽ അത് പബ്ലിഷ് ചെയ്യുന്നതിന് പകരം അവൾക്ക് വേണ്ടി മാത്രം, അവളുടെ പല കൂത്തുകൾ കാണിക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് വരുന്ന ചാനലുകാരോട് നമുക്കൊന്നും പറയാനില്ല. ഈ വിഷയം ഞാൻ എൻ്റെ ചാനലിൽ കൂടെയെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ഇൻഫർമേഷൻ പോലെ തന്നതാണ്. ഒന്നാമത്തെ കാര്യം, സ്ത്രീത്വത്തെ അവമാനിച്ചു എന്നാണ് അരുൺ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള കേസ്. സ്ത്രീത്വത്തെ അവമാനിക്കുക മാത്രമല്ല, അത്രയധികം മോശമായ രീതിയിലാണ് എന്നെയും മകനെയും ചേർത്ത് അവൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പബ്ലിക് റെക്കോർഡ്സ് അവിടെ അവൈലബിൾ ആണ്. പേര് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായി ടാഗ് ലൈൻ ചെയ്തിരിക്കുന്നത് എൻ്റെ നയം ആയതുകൊണ്ട് തന്നെ എന്നെ തന്നെയാണ് എന്നുള്ളത് എനിക്ക് സ്പെസിഫിക്കലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്നെ കോൾ ചെയ്ത റെക്കോർഡ് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓൻ സ്പെസിഫിക്കലി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു അതിൻ്റെ കാരണം എനിക്ക് ദേഷ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തെളിയിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി പണിഷ്മെൻറ്റ് എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല, അതിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ നിശ്ചയിക്കേണ്ട കാര്യമായിരിക്കും. ഏതായാലും ഞാൻ കേസുമായിട്ട് മുൻപോട്ട് പോകുന്നതിനാൽ അധികമായി ഞാൻ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആകത്തില്ല. പക്ഷെ കണ്ട കാര്യം, ഒരു കാര്യം പറയണമെന്ന് തോന്നി. എൻ്റെ കുഞ്ഞുങ്ങൾ കഞ്ചാവിനടിമയാണ്, മയക്കുമരുന്നിനടിമയാണെന്ന് പറഞ്ഞ ജസ്ന സലീമിനോട് എൻ്റെ ഒരു ചോദ്യം, നിൻ്റെ മക്കളെയും കൊണ്ട് ഈ പേക്കൂത്ത് കാണിക്കാൻ കൊണ്ട് നടക്കുന്ന കുട്ടികൾക്ക് സ്കൂളുണ്ട്, നീ സ്കൂളിൽ വിട്ടിട്ടില്ല. അവരെ സ്കൂളിൽ വിടാതെ അവരെയും ചുമന്നുകൊണ്ട് നടന്ന് നീ ഈ കാണിക്കുന്ന പേക്കൂത്തിന് എന്താണ് പറയുക? ഇത് എന്താ പേക്കൂത്താണോ, ഞാനൊരു റീൽസിൽ അഭിനയിക്കാൻ പോയതല്ലേ എന്നായിരിക്കും നിൻ്റെ അടുത്ത ചോദ്യം. അതൊക്കെ ശരി, അതൊക്കെ നിൻ്റെ പ്രൊഫഷനാണ്. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെപ്പോലും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കളിയല്ലേ നീ ഇപ്പോൾ ആ കുട്ടികളെ കൊണ്ടുകിടന്ന് കാണിച്ച് ചെയ്യുന്നത്. മാത്രമല്ല ആ ചെറുക്കൻ, നിൻ്റെ മൂത്ത മോനാണ് തലത്തിരവും പിടിച്ച് ഇത് ഇത്രയും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ചെറുക്കൻ്റെ ഉള്ളിൽ അമ്മയോടുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്ന് നീ ചിന്തിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നീ നിൻ്റെ മകനോട് കൃത്യമായി ചോദിക്കുക. ഇൻസ്റ്റാഗ്രാം ഷഫീനയുടെ മോൻ്റെ പേരിൽ അവൻ ഉപയോഗിക്കുന്നുണ്ടോ, അതാണോ നീ പറഞ്ഞത്, മോനാണോ എന്നൊന്നും കൂടെ ചോദിക്കുക. കാരണം ഇത് കേസായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു ചെക്കിംഗ് ഉണ്ടാവും. ആ ചെക്കിങ്ങിൽ നിൻ്റെ മകനോ അല്ലെങ്കിൽ നിൻ്റെ ഈ അർണേട്ടൻ്റെ ഏതെങ്കിലും ഒരു വാല് നോക്കികളോ പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ നിനക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാണ്. പിന്നെ മാപ്പ് കോപ്പ് ചീപ്പൊന്നും ഇവിടെ എടുക്കത്തില്ല, അത് കോടതിയിലും എടുക്കത്തില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. നന്നായി തന്നെ ആക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കാത്ത പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഓൾവേസ് അതിൻ്റെ പിറകെ പോകണം, ശ്രമിക്കണം. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ 100% നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമ സംവിധാനങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് തെളിയിക്കാൻ ഈ ഒരു കേസ് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോഡ് വേർഡ് വെച്ചിട്ട് ജാമിതയ്ക്കും ഫിജോയ്ക്കും വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ എന്നോട് വഴക്കിട്ടത്. അവസാനം അത് അവൾക്ക് തന്നെ പണിയായി തീർന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി എൻ്റെ മകൻ്റെ കേസ് വേറൊരു സെക്ഷനാണ്, അത് മറ്റൊരു കേസാണ്. അതിൻ്റെ മൊഴി മോൻ വരും ദിവസങ്ങളിൽ കൊടുക്കും. ഇത് ഞാൻ കൊടുത്ത കേസാണ്. അല്ലാതെ ഒരു കേസും കൂടെ ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ചൈൽഡ് ഹോം ഫോർവേഡ് ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ. എൻ്റെ 2 മക്കളും പിന്നെ കഞ്ചാവിനടിമയാണെന്നാണ് പറഞ്ഞത്. അതിൽ ഇളയ മകന് 15 വയസ്സേ ആയിട്ടുള്ളൂ. ആ 15 വയസ്സുള്ള കുട്ടിക്ക് നാളെ സ്കൂളിൽ പോകണം, മറ്റുള്ളവരുമായി ഫേസ് ചെയ്യണം. വളരുന്ന കുട്ടികൾ പിന്നെ അത് ഓക്കെ എന്ന് പറഞ്ഞുള്ളൂ, പക്ഷേ ഇളയ കുഞ്ഞ് അത് പ്രശ്നമാണ്. അപ്പോൾ അവന് പരാതി ഉള്ളത് കൊണ്ട് അവനെ കൊണ്ട് ഞാൻ ചൈൽഡ് ഹോമിൽ പരാതി കൊടുപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഇപ്പോൾ പരാതികൾ അഥവാ പോലീസ് കേസ് എടുക്കുന്നില്ല, ഇവളുടെ വാസ്ത കാരണം പോലീസ് കേസ് എടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതും ഞാൻ അവിടെ കോടതിയിൽ സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന മെയിൻ CIക്കെതിരെ ഞാൻ അവിടെ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ ഭയങ്കരമായിട്ട് ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു, ഈ കേസ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും നമ്മളവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആകെ മൊത്തം എൻ്റെ ഒരു എഫർട്ട്, എൻ്റെ ഇത്രയും ദിവസത്തിൻ്റെ ഒരു കഷ്ടപ്പാട് നല്ല രീതിയിൽ ഫലം കണ്ടു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഞാനിവിടെ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് കാര്യം അറിഞ്ഞാൽ മാത്രം മതി. ഇത് അവൾ കണ്ടോളും. കാരണം എന്നെ ഇങ്ങനെ കുലുംകുശിതമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതര സാധനമാണത്. ഒരല്പമെങ്കിലും മാനേഴ്സോ മര്യാദയുണ്ട്. പൊതുസമൂഹത്തിനോട് മാപ്പ് പറയുകയാണ് നീ ചെയ്യേണ്ടത്. എന്നോടൊന്നും നീ പറയേണ്ടത്, എന്നെ കൊണ്ട് പറയിക്കാനുള്ള വകുപ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കൂടെ ഇരിക്കുന്നവൻ വലിയ ഇതാണ്, ഗുണ്ടയാണെന്നൊക്കെ നിനക്ക് തോന്നും. നീ അവൻ്റെ ലൈഫ് മാത്രമല്ല നിൻ്റെ ലൈഫും കൂടെ റിസ്കിലാക്കിയാണ്. കാരണം നിന്നെ ഇത് കേട്ട് ഓക്കെ സാരമില്ല എന്നപ്പോൾ ലസീതയോ മറ്റോ ഒക്കെ കേട്ടിട്ട് ഓക്കെ സാരമില്ല അങ്ങനെ പോകുന്ന ആളല്ല ഷെഫീന എന്ന് ഞാൻ പല ആവർത്തി എന്നോട് റിപ്പീറ്റഡ്ലി പറഞ്ഞതാണ്. ഞാൻ ആക്ഷൻ എടുക്കും, അതിനകത്ത് തർക്കമേ വേണ്ട. 100% എന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ എഗൻസ്റ്റായിട്ട് സ്ലോലി ആണെങ്കിലും ഞാൻ തിരിച്ച് പണി തരും. എനിക്കത് ഉറപ്പായ കാര്യമാണ്. കാരണം ഒരു കാര്യവുമില്ലാതെ എൻ്റെ മക്കളെ അനാവശ്യമായി പിടിച്ചിട്ടിട്ട് വലിയ വർത്തമാനം പറയുന്ന പല തേവി മക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോട്ട് വഴി
അവൾ പറയുന്ന കാര്യങ്ങൾ, അത് ആൺകുട്ടിയല്ലേ, 27 വയസ്സില്ലേ, 26 വയസ്സില്ലേ, അവനിക്ക് 6 വയസ്സുള്ള കൊച്ചുണ്ടാവത്തില്ലേ നല്ല വയസ്സിൽ കെട്ടിച്ചു കൊടുത്താൽ. ഇതൊക്കെയാണ് ആൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയാണെന്നുള്ളത് ബോധം പോലും ഇല്ലാതെയാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുള്ളത്. നീ അത് പറഞ്ഞതും പോട്ടെ, എൻ്റെ കുഞ്ഞിനെതിരെ പറഞ്ഞ സർവത്ര സാധനങ്ങളും എനിക്കെതിരെ നടത്തിയ സർവത്ര ഇതും എടുത്തു വെച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും ഇതിന് മറുപടി കൊടുത്തിരിക്കും എന്നാണ് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ വിഷയവുമായി. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഈ ലോ ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, കോൾ ചെയ്യേണ്ട, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന് കൃത്യമായി മറുപടി തരാം. ഇന്നലെയൊക്കെ എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ നിയമവശങ്ങളെന്നൊക്കെ ചോദിക്കാനായിട്ട്. എന്നാൽ കഴിയുന്ന അത്രയും ഞാനത് സഹായിച്ച് സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ചില സമയത്ത് നമ്മളൊരു സ്റ്റിക്കറിലോ ഒരു ഇംപ്രഷനിലോ ഒക്കെ തന്നെയാണ് മറുപടി തരിക. അത് അഹങ്കാരം കൊണ്ടല്ല, സമയക്കുറവ് കൊണ്ടാണ്. ആ തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റി വയ്ക്കണം. താങ്ക് യു.